ഞങ്ങളൊന്ന് ഗുണ്ടൽപേട്ട വരെ പോയിട്ട് വരാട്ടോ. ഞങ്ങളും ഇതാ ഇതിലും കൂടിയാണ് പോകുന്ന വഴിക്ക് ആദ്യം തന്നെ ഞങ്ങൾ പോയത് ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ. ഞാൻ അവിടെ ചെന്നിറങ്ങിയപാട് ആദ്യം പോയി നോക്കിയത് അവിടുത്തെ മീനിനെയും കാണാൻ നല്ല ഭംഗിയുണ്ടേ. പിന്നീട് ഞങ്ങൾ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഓർഡറൊക്കെ കൊടുത്ത് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇന്നത്തേക്ക് നമ്മുടെ ഫുഡ് വന്നു കേട്ടോ. ഞങ്ങൾ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരതങ്ങോട്ട് തുറന്നത്തേക്ക് നല്ല ആവിയും നല്ല സ്മെല്ലൊക്കെ കിട്ടിട്ടോ. അങ്ങനെ ഇത് അവരെല്ലാം എല്ലാവർക്കും വിളമ്പിയൊക്കെ തന്നെ. പിന്നെ ഇതാ കഴിക്കുന്നതിനിടയിൽ ഏട്ടൻ പറഞ്ഞതുകൊണ്ട് മാത്രം വന്നൊരു എക്സ്പ്രഷനാണ് കേട്ടോ ഇക്കന്റെ മുഖത്ത് കാണുന്നത്. സ്മെല്ല് പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഞങ്ങൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം വണ്ടി എടുത്ത് നേരെ അങ്ങോട്ടേക്ക് വിട്ടു. ഇതാ നമ്മളെ സ്ഥലത്തെത്തിയിട്ടുണ്ടേ. ചെണ്ടുമല്ലിയും സൂര്യകാന്തിയും വാടാർമല്ലിയും ഒക്കെ നല്ല ഭംഗിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല രസമായിട്ടുണ്ട്. അതേപോലെ തന്നെ വിരിയാനും വളർന്നു വരാനൊക്കെ ഒരുപാട് ചെടികൾ പിന്നെയുണ്ട്. പിന്നീടാ ഞങ്ങൾ കറങ്ങി നടന്ന് ഓടിയ കുറച്ച് വീഡിയോസൊക്കെ എടുത്തേ. അങ്ങനെതാ ഇറങ്ങി ചെന്നപാടാണ് അവിടെ മാങ്ങ കണ്ടേ. പിന്നെ അത് കഴിക്കാൻ എല്ലാവർക്കും ഒരു പൂതി. അങ്ങനെ ഉപ്പും മുളകും ഇട്ട് കുറച്ച് മാങ്ങയൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. പിന്നെ ഇതാ നേരെ ഇറങ്ങിയിട്ടുണ്ടേ. സന്ധ്യക്ക് മുന്നേ വീട് പിടിക്കാൻ വെച്ചിട്ടാണ് വേഗം തന്നെ ഇറങ്ങിയത്. അങ്ങനെ ഇതാ പോകുന്ന വഴിക്കാണ് ആനേനെ കാണുന്നത്. വരുമ്പോൾ അവിടെ നിന്ന് ഇവിടം വരെ ആനേനെ നോക്കലായിരുന്നേ പണി. പക്ഷെ ഒന്നിനെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ മാനുകളുണ്ട് കേട്ടോ അപ്പുറത്ത് തന്നെ. അങ്ങനെ ഇതാ പോകുന്ന വഴിക്ക് ഒരു കുളത്തിലിറങ്ങിയിട്ട് കുറച്ച് പായലൊക്കെ എടുത്തു തന്നു കേട്ടോ കണ്ണേറിന് എനിക്ക്. അതിനോട് കണ്ണേറിനത് ആ താമരയും പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിട്ടോ.